യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നും ഗോഹട്ടി വരെ പോകുന്ന 5627 നമ്പർ എക്സ്പ്രസ് ട്രെയിൻ അല്പസമയത്തിനുള്ളിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറപ്പെടുന്നതാണ്. പാസഞ്ചേഴ്സ് യുവർ അറ്റൻഷൻ പ്ലീസ്. ട്രെയിൻ നമ്പർ 5623 ട്രിവാൻഡ്രം ഗോഹട്ടി എക്സ്പ്രസ് will leave shortly from platform. ഹലോ, കുഞ്ഞമ്മതാണ്. പ്രകാശ് സാറോ? അതെ, ചെന്നൈ വേലി ലേറ്റ് ഇല്ലട്ടോ. എന്താ ചതിച്ചോ പഠിച്ചോനെ? ക്യാൻസൽ ആക്കാനോ? ഇത് കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് വേറെ ആർക്കും കൊടുക്കായിരുന്നല്ലോ. മാത്രമല്ല, വണ്ടി വരാൻ നേരത്തെ ക്യാൻസൽ ആക്കിയാലോ ഒറ്റ പൈസ മടക്കി കിട്ടൂല. ഞാൻ പിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. അതെ, ഇവിടെ സ്ക്വാഡുകാർ ഇറങ്ങിയിട്ടുണ്ട്. ടിക്കറ്റ് ക്യാൻസൽ എന്നൊക്കെ കേട്ടാൽ എൻ്റെ പണി പോകും. എനിക്ക് കുറുലയിൽ ഒരു 9 ടിക്കറ്റ് കൊടുക്കാനുണ്ട്. ഓക്കെ ഓക്കെ, നീ വിട്ടോ. അമ്മയോട് പറഞ്ഞാൽ മതി, എത്തിയ ഉടനെ ഞാൻ വിളിക്കാം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈ സെൻട്രൽ വരെ പോകുന്ന 2624 നമ്പർ. അതെ, നമ്മുടെ കുഞ്ഞമ്മയൊക്കെ കണ്ടോ? മൂപ്പർ ഇപ്പൊ ഇവിടെ ഫോൺ ചെയ്ത് നിൽക്കണ്ടായിരുന്നല്ലോ. വല്ല സ്ക്വാഡുകാരും പിടിച്ച് മുങ്ങിയതാവും. Passengers, your attention please. Train number 2624 Trivandrum Chennai Express will arrive shortly on platform number 1. അതെ, ഈ പോട്ടർ കുഞ്ഞമ്മക്ക. കുഞ്ഞമ്മത് ഞാനല്ല. Gadi number 2624 Trivandrum Chennai Express. ഒരു ലോക്കൽ കോൾ ചെയ്തോട്ടെ. ചെയ്തോളൂ. ഹലോ, കുഞ്ഞമ്മക്കല്ലേ? ഇത് ഞാനാണ്, രാമാനുജൻ. ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ ദാ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. ടിക്കറ്റ് ഓക്കെ ആണല്ലോ അല്ലേ? പിന്നെ എന്റെ കെട്ടോള വാപ്പല്ലേ ഇവിടുത്തെ സ്റ്റേഷൻ മാഷ്. 1 മണിക്കൂർ മുമ്പൊക്കെ പറഞ്ഞാൽ എങ്ങനെ നോക്കാക്കാനാ? ഭയങ്കര ടൈറ്റാ. കുഞ്ഞമ്മക്ക, എനിക്ക് എങ്ങനെയെങ്കിലും ഇന്ന് പോയേ പറ്റൂ. എന്നാ നമ്മൾ നിങ്ങളെ തലേ കയറ്റി ചെന്നൈ കൊണ്ട് ഇറക്കി തരാം. പോരെ? തമാശ പറയാൻ നേരമില്ല. വണ്ടി ഇപ്പൊ വരും. നിങ്ങൾ എവിടെയുള്ളത്? ഞാൻ കുറെ ദൂരെ. ഉള്ളൊക്കെ ഒരു 9 ടിക്കറ്റ് കൊടുക്കണ്ട. എന്താ വേണ്ട നിങ്ങൾക്ക്? അത് നിങ്ങൾ കൊടുത്തോളൂ. നിങ്ങൾ എവിടെയുള്ളതെന്ന് പറ. നിങ്ങൾ എവിടെയുള്ളതെന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഈ സ്റ്റേഷനിൽ അറ്റത്തുള്ള ബുക്ക് സ്റ്റാളില്ലേ, അവിടുത്തെ ഫോണിൽ നിന്ന് വിളിക്കുന്നത്. ഞാനും അതിന്റെ മുമ്പ് തന്നെയാണ് നിൽക്കുന്നത്. അതേന്ന് നിങ്ങൾ ഇവിടെ നിൽക്കുക. അതെ, പ്രകാശൻ സാറും വൈഫൊന്നും പോകുന്നില്ല. ടിക്കറ്റ് ക്യാൻസൽ ആക്കി. വേണമെങ്കിൽ ആ ചാൻസ് കയറിക്കും. വേറെ ആളുടെ ടിക്കറ്റില്ല, അത് റിസ്കാ. പിന്നെ ഈ അവസാന നിമിഷത്തിൽ സ്വന്തം പേരിൽ ടിക്കറ്റ് എടുക്കാൻ ഞാൻ എവിടെ പോകും? പോലീസ് പിടിച്ച തൂക്കിക്കൊല്ലും. അപ്പൊ വേണ്ടല്ലോ. കുഞ്ഞമ്മക്ക നിന്നേ. അതെ, ഭാര്യ എവിടെയാണെന്ന് ടി ചോദിച്ചാ? ഭാര്യ ഡ്രൈവറോട് ഒളിച്ചോടി പോയി തരാം. അല്ല പിന്നെ തനിക്ക് ടിക്കറ്റ് വേണമെങ്കിൽ 2200 ഉറുപ്പിക ഫസ്റ്റ് ക്ലാസ് കൂപ്പ. പിന്നെ ഭാര്യ കൂടെ യാത്ര ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് ടി.ടി.ആർ കടലാസ് എഴുതി തരും. അത് ചെന്നൈ കൊണ്ട് കാണിച്ചാൽ റീഫണ്ടും കിട്ടും. ഇതാ പോണോ? കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ? എന്ത് കുഴപ്പമൊന്നും. ഞാൻ ഡെയിലി 100 ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വിടുന്നതല്ലേ. ഇതാ വണ്ടി ഒന്ന് വേണ്ടല്ലേ. എനിക്ക് ഈ കുറുളക്ക് 9 ടിക്കറ്റ് കൊടുക്കാൻ. ടിക്കറ്റ് എവിടെ? ഹലോ, പ്രകാശ് സാറല്ലേ? സാറിന്റെ ടിക്കറ്റ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ 10 പൈസ കിട്ടൂല. അതെ, ഞാൻ പിന്നെ വിളിക്കാം. എനിക്ക് കുറുളക്ക് 9 ടിക്കറ്റ് കൊടുക്കാനുണ്ട്. ഓക്കെ? തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈ സെൻട്രൽ വരെ പോകുന്ന 2624 നമ്പർ എക്സ്പ്രസ് ട്രെയിൻ അല്പസമയത്തിനുള്ളിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറപ്പെടുന്നതാണ്. ഒന്ന് വേഗം വാ. ഹലോ, വണ്ടി സിഗ്നലായി. സാറേ, ആ ഭാര്യയുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണ്ട. ഈ കുട്ടിയാണ് ഭാര്യ ടിക്കറ്റോട് പറഞ്ഞാൽ മതി. അയ്യോ, ഒരു 1600 രൂപ കുട്ടി തരൂ. മനുഷ്യനെ കൂടുതൽ കുഴപ്പത്തിലാക്കില്ല കുഞ്ഞമ്മക്ക. ആരെങ്കിലും കയറി ഭാര്യ എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാതെ സ്വന്തം ഭാര്യ എന്ന് പറയാൻ ടിറ്റിന്റെ സമ്മതം വേണം. അയ്യോ സാറേ, രാജരേഖ അനുമതി ഒന്നിച്ച് ഡാൻസ് ചെയ്യണ ഈ കാലത്ത് ഈ ഒരു നോണം സാറ് പറഞ്ഞുകൂടെ? അതെ കുഞ്ഞമ്മക്ക, ഞാൻ പറയട്ടെ. ഒന്നും പറയണ്ട. എനിക്ക് കുറുളക്ക് 9 ടിക്കറ്റ് കൊടുക്കാണ്ട്. വിടേന്ന് അപ്പൊ പറഞ്ഞു പോലെ ടാറ്റ. കുഞ്ഞമ്മക്ക, ഇതാകെ കുഴഞ്ഞു മറിയുന്ന ലക്ഷണമാ. കുട്ടി ഒന്ന് എഴുന്നേക്കോ, ഒന്ന് പുറത്തിറങ്ങിക്കോ. ടിയോട് പറഞ്ഞ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ സീറ്റ് കിട്ടും. ഒരു രാത്രി മുഴുവൻ ഫുൾ ടെൻഷനോടെ ഇങ്ങനെ യാത്ര ചെയ്യാന്ന് വെച്ചാ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ദൈവമേ, വല്ല പരിചയക്കാരും കണ്ട. കല്യാണം കഴിച്ചിട്ടില്ലാത്ത ഞാൻ ഒരു കൂപ്പയിൽ ഒരു കള്ള ഭാര്യയുടെ കൂടെ. എന്റെ കല്യാണാലോചന നടന്നുകൊണ്ടിരിക്കുക, അറിയോ? കുട്ടിയൊന്ന് ഇറങ്ങി വെളിയിൽ നിൽക്കണം പ്ലീസ്. നിങ്ങൾ പോയി വെളിയിൽ നിന്നോളൂ. എന്നിട്ട് ആ ടിക്കറ്റ് ഇങ്ങോട്ട് തന്നിട്ട് ചെയിൻ വലിച്ച് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി പൊക്കോളൂ. അതെവിടത്തെ മര്യാദ? വണ്ടിക്കകത്ത് ആദ്യം കയറിയത് ഞാനാ. അതുകൊണ്ട് എന്ത് കാര്യം? സ്വന്തം പേരിൽ ടിക്കറ്റ് ഇല്ലല്ലോ. ഇതാ പോർട്ടർ പറഞ്ഞ കാശ്. ഒരു എമർജൻസി കാരണം പറ്റിയതാ. അമ്മ കുളിമുറിയിലൊന്ന് വീണു. ഫോൺ വന്നോടനെ ഓടി പടച്ച് പോരുകയായിരുന്നു.
തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം കുളിമുറിയിൽ വീണാൽ മതി നമ്മയോട് പറയാൻ പറ്റുമോ? സാറിനെ കണ്ടില്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തൊക്കെയുണ്ട് സാർ വിശേഷങ്ങൾ? ഞങ്ങള് മിസ്റ്റർ ആൻഡ് മിസ്സസ് പ്രഭാകരൻ. ഓ സോറി, ഞാൻ പെട്ടെന്ന് എന്റെ ബ്രദറിന്റെ പേര് പറഞ്ഞു പോയി. പ്രഭാകരൻ. ഞങ്ങൾ മിസ്റ്റർ ആൻഡ് മിസ്സസ് പ്രകാശ്. ഈ ടിക്കറ്റ് ഉണ്ടല്ലോ സാർ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി ബുക്ക് ചെയ്തതാ. സംശയമൊന്നുമില്ലല്ലോ സാർ? എന്തിനു? അല്ല, പലരും കള്ള ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നതായി കേൾക്കുന്നു. ഈ മിസ്റ്റർ ആൻഡ് മിസ്സസ് പ്രകാശ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാർ, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അത് സാറിന്റെ മര്യാദ, ഈ പറഞ്ഞത് എന്റെ കടമ. തൽക്കാലം തടി കാത്തു. എന്റെ അഭിനയത്തിൽ ടി വീണു. ഗ്രാമീണ കലാമേളയ്ക്ക് ബെസ്റ്റ് ആക്ടർ ആയത് ചുമ്മാതല്ലോ. ഓദർ പുതിയ ആളാന്ന് തോന്നുന്നു. വേറെ വല്ല പുസ്തകം കയ്യിലുണ്ടെങ്കിൽ എനിക്ക് വായിക്കായിരുന്നു. ഉണ്ടോ? വേറെ പുസ്തകം ഉണ്ടോ? ഇല്ല. വല്ലതും വായിച്ചാലേ എനിക്ക് ഉറക്കം വരും. ചെന്നൈയിൽ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് പെട്ടെന്ന് അമ്മയുടെ ഫോൺ വരികയാണേ. മോനെ രാമു, അമ്മ കുളിമുറിയിൽ വീണടാ എന്നിട്ട് ഒറ്റ കരച്ചില്ല. ഇതിനിടയിൽ വായിക്കാൻ പുസ്തകം എടുക്കുന്ന എങ്ങനെ? അയ്യോ, എന്റെ പേര് രാമു എന്നാണെന്ന് ടി കേട്ടോ? മുഴുവൻ പേര് രാമാനുജൻ. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കേട്ടിട്ടില്ലേ? അച്ഛൻ വലിയ ഭാഷാ സ്നേഹിയായിരുന്നേ, അതുകൊണ്ട് എഴുത്തച്ഛന്റെ പേരെടുത്ത് എനിക്ക് കിട്ടു. പക്ഷെ ഞാൻ ഭാഷയിൽ വലിയ ആളായൊന്നുമില്ല. ഫൈറ്റ് ചെയ്ത് സിവിൽ എഞ്ചിനീയറിംഗില്ല. അതുകൊണ്ടെന്താ 3 സ്റ്റാർ ബിൽഡേഴ്സിന് തിരക്കേരളത്തിന് ജോലി കിട്ടിയില്ലേ? കുട്ടി മദ്രാശിയിൽ പഠിക്കുകയാണോ അതോ ജോലി ചെയ്യാണോ? ഓ, പഠിച്ചോണ്ട് ജോലി ചെയ്യണല്ലേ. രാമാനുജൻ എന്ന പേരെങ്കിലും അടുപ്പുള്ളവരെന്നെ രാമു എന്നാ വിളിക്കുക. കുട്ടി അങ്ങനെ വിളിച്ചാൽ മതി. എന്തിന്? അല്ല, ഏതെങ്കിലും അവസരത്തിൽ വിളിക്കേണ്ടി വന്നാ വരില്ലല്ലോ. അത് കറക്റ്റാ, വരില്ലല്ലോ. ഇങ്ങ് തരൂ. അയ്യോ, സാരില്ല. ചിക്കൻ കറിയല്ലേ? ഞാനും നോൺ വെജിറ്റേറിയനാണല്ലോ. ചപ്പാത്തിയും ചിക്കനും നല്ല കോമ്പിനേഷനാ, പ്രത്യേകിച്ച് രാത്രിയിലെ ട്രെയിൻ യാത്രയ്ക്ക്. കഴിച്ചോളൂ. ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയതാ. വൈഫിന്റെ ടിഫിൻ കരിയർ തുറന്നപ്പോ പറ്റിയതാ. പുള്ളിക്കാരി ചപ്പാത്തിയും ചിക്കനും കഴിച്ചോണ്ടിരിക്കുക. ഞാൻ വെജിറ്റേറിയനായതുകൊണ്ട് പാലും പഴവും കൊടുക്കുന്നുണ്ടായിരുന്നേ. കഴിക്കും. എന്നെ മനസ്സിലായില്ലല്ലേ? തൊട്ടപ്പുറത്തെ കൂപ്പയിലെ ഭർത്താവ് മിസ്റ്റർ പ്രകാശ് ടിക്കറ്റ് ടി ചെക്ക് ചെയ്തതാ. ഒരു പ്രശ്നമില്ല. എന്റെ ഭാര്യയാണ് ഇപ്പൊ അവിടെ ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മിസ്സസ് പ്രകാശ്. കഴിക്കോളൂ. മിസ്റ്റർ ആൻഡ് മിസ്സസ് LU, അതായത് മിസ്റ്റർ L ലോവർ ബർത്ത്, മിസ്സസ് അപ്പർ ബർത്ത്. മാറിക്കിടക്കാൻ പാടുന്നോന്ന് അറിയില്ല, പക്ഷെ ടിയോട് ഞാൻ പറഞ്ഞോളാം മിസ്സസിന് അപ്പർ ബർത്തിൽ കയറാൻ ബുദ്ധിമുട്ടാണെന്ന്. ഞാൻ ഹെൽപ്പ് ചെയ്യാം. വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻ ആയിരുന്നല്ലോ ഞാൻ. നാരായണ.